മരണങ്ങൾക്ക് ദിവസങ്ങൾ എണ്ണി കഴിയുന്ന ഒരു മനുഷ്യനെ കഴിഞ്ഞ ദിവസം ഞാൻ കാണാനിടയായി. അദ്ദേഹവുമായി കുറേ സമയം സംസാരിക്കാനായി. സാധാരണ രോഗികൾക്ക് ഈ മരിക്കും എങ്കിലും അവരവസാന നിമിഷം വരെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. അവരുടെ പ്രതീക്ഷ കാണുമ്പോഴാണ് എത്ര മഹത്തരമാണ് ഈ ജീവിതം എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. നമുക്കെല്ലാ സ്വാതന്ത്ര്യവും സൗകര്യവും രോഗമില്ലാത്ത അവസ്ഥയുമൊക്കെ ഒരിക്കലും വലിയൊരു സമ്പന്നതയുടെയോ അനുഗ്രഹത്തിൻ്റെയോ അടയാളമായി നമ്മളാരും കാണുന്നില്ല. അങ്ങനെ നടക്കുമ്പോഴും അതിനപ്പുറത്തുള്ള മെറ്റീരിയൽ വേൾഡിനെക്കുറിച്ചാണ് നമുക്ക് ആശങ്ക. ഈ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയും ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കാത്തതിൻ്റെ നിരാശയും ഒക്കെയാണ് ഒരുപാട് പേരിൽ കാണുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവരെയാണ് പറയുന്നത്. പക്ഷേ അതുറപ്പായി ദിവസങ്ങളായി കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുകൂടി ഒന്ന് മനസ്സിലാക്കുന്നതിനാണ് ഞാൻ അദ്ദേഹത്തോട് അല്പസമയം ഇരുന്ന് സംസാരിച്ചത്. ഒരുപക്ഷെ ആ സംഭാഷണം എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരുപാട് മഹാപുസ്തകങ്ങൾ വായിച്ചതിനേക്കാൾ വലിയൊരു മാറ്റത്തിൻ്റെ പാഠമാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണ ഈ മതങ്ങളിലൊക്കെയും ശവസംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാവുക എന്ന് പറയുന്നത് ആളാകാനും റീലെടുക്കാനും അല്ലെങ്കിൽ മറ്റു പലതിനും വേണ്ടിയൊന്നുമല്ല എന്നതാണ് സത്യം. അത് മരണത്തെക്കുറിച്ച് മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നലെ നിന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ ഇന്നലകളിൽ നിന്നെക്കാൾ ആരോഗ്യത്തോടെയും പ്രതാപത്തോടെയും സഞ്ചരിച്ചവരാണ് ഇവർ. എന്നാൽ ദേ ഈ അവസ്ഥ കണ്ടോ, നാളെ നിന്നെ കാത്തിരിക്കുന്നതും ഇതുതന്നെയാണെന്നുള്ള ചിന്തയുണ്ടാക്കുക. അതുകൂടി നൽകുന്നതിനാണ് ഈ ഖബറിടങ്ങളിലേക്കുള്ള യാത്രയും, അല്ലാതെ അവിടെയും പോയി എന്തെങ്കിലും വാരിക്കൊണ്ടുവരാനല്ല. ഖബറിടത്തിലേക്ക് ചെന്ന് അവിടെ നിന്നും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ നാളെ ഒരുപക്ഷെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയോ മറ്റൊരാൾ പ്രാർത്ഥിക്കുന്ന ഒരു കാലം കൂടി ഉറപ്പായും വരാനുണ്ട് എന്ന ബോധ്യം, ആ ബോധ്യത്തിന് നൽകുന്ന തിരിച്ചറിവിനേക്കാൾ വലുതൊന്നുമില്ല എന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം അതെല്ലാം സംസാരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് തോന്നും ദിവസങ്ങൾ ഉറപ്പായതുകൊണ്ടല്ലേ, ഇത്ര ദിവസത്തിനപ്പുറത്തേക്ക് പോകില്ല എന്നറിഞ്ഞുകൊണ്ടല്ലേ. അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സംസാരിക്കുന്നത് അധികം താമസിയാതെ മരിക്കാൻ പോകുന്ന ഒരാളിനോടാണ് എന്ന ബോധ്യത്തിൽ നോക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവവും ചിന്തകളും മറ്റൊന്നാണ്. എന്നാലും അതൊക്കെ ഞാൻ ഓർത്തപ്പോൾ ഞാൻ വെറുതെ ചിന്തിച്ചു പോയി, അങ്ങനെ ഉറപ്പായ ഒരാളിൻ്റെ ദിവസങ്ങളുടെ പോലെ തന്നെയല്ലേ നമ്മളെയും കരുതേണ്ടത് എന്ന് വിചാരിച്ചു പോയി. കാരണം അയാൾക്ക് 40 ദിവസം എന്ന് പറയുന്ന ഒരു ചിന്തയെങ്കിലും അവിടെ ഒരു സെമി കോളനായുണ്ട് എന്ന് വെക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മരണത്തിന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഒരു കുത്തും കോമയും ഇല്ലാതെ എപ്പോഴും സംഭവിക്കാവുന്ന ഒന്നാണ് എന്ന് വല്ലാണ്ട് ഞാൻ വിചാരിച്ചു പോയി, വല്ലാണ്ട് ഞാൻ ചിന്തിച്ചു പോയി. ഈ അടുത്ത ദിവസങ്ങളിൽ അത്തരം ചിന്തകൾ ചിലരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ധാരാളം എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. അതുപോലെ ഒരാളാണ് എൻ്റെ സഹപ്രവർത്തകനായിരുന്ന സംഗീത് സാലി എന്ന് പറയുന്ന KMML-STUവിൻ്റെ യൂണിയൻ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഒരു അധികം ജീവിച്ചിട്ടില്ലാത്തൊരു അനുജൻ. ഈ ഗവൺമെൻറ് വരുന്നതിനെക്കുറിച്ച് എപ്പോഴും എന്നോട് സംസാരിക്കുമായിരുന്ന ഒരാൾ. ഈ വന്ന മാസങ്ങളിലൊന്നും ഞാൻ പലപ്പോഴും പലരോടും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പലരോടും സുഹൃത്തുക്കളോടൊക്കെ അത് പറയാറുണ്ട്. ഞാൻ വല്ലാതെ ഇങ്ങനെ അത് ഓർക്കാറുണ്ട്. അത്രമേൽ സന്തോഷത്തോടെ കാത്തിരുന്ന ഒരവസ്ഥയിൽ ഖബറിലായിപ്പോയി, എവിടെയാണെന്നറിയാത്ത ഒരു ലോകത്തേക്ക് യാത്രയായി. ഇത് നമ്മളെയൊക്കെ എപ്പോഴും ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഇത്രയും ചിന്ത മതി. ഇതിലൊരു കൺവിക്ഷൻ ഇല്ലായ്മയുടെ പ്രശ്നമേ ഇല്ലല്ലോ. ഇതിൽ ആർക്കും ആശയക്കുഴപ്പമില്ലല്ലോ. മരിച്ചു പോകുന്നതിൽ ആരെങ്കിലും തർക്കം പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? ഏതെങ്കിലും മരുന്ന്, ഏതെങ്കിലും ശാസ്ത്രം, ഏതെങ്കിലും അത്ഭുത വിദ്യ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ഉറപ്പ് നൽകുന്നൊരു ചിന്തയുണ്ടല്ലോ, അത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇന്ന് രാവിലെ കൂടി ഒരു മാധ്യമപ്രവർത്തകനുമായും ഇത് പങ്കുവച്ചു.